നിങ്ങൾ തേടുന്നതെന്തോ അത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. പ്രസന്നമായ മനസ്സോടെ നിങ്ങൾ അതിനെ സ്വീകരിക്കുക. സ്നേഹത്തിന്റെയും കരുതലിന്റെയും സ്വച്ഛമായൊരു സാന്നിധ്യമായി, നിങ്ങൾക്ക് തണലും സാന്ത്വനവുമായി. ജലാലുദ്ദീൻ റൂമിയുടെ ഈ വരികൾ ഇപ്പോഴും പ്രസക്തമാണ്. കാലത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ച് അതെന്നും നിലനിൽക്കും. പുതിയ കാലത്തിന്റെ ഈ ഉച്ചച്ചൂടിൽ എ റഹീം എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുന്നിൽ വരുന്നു. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പടപൊരുതിയാണ് ഈ യുവാവ് നമ്മൾ ഇന്ന് കാണുന്ന റഹീമായത്. സമരങ്ങളുടെയും രോഷത്തിന്റെയും ജയിൽ ജീവിതത്തിന്റെയും ഒക്കെ കനൽ വഴികളാണ് കാലം ഇവന്റെ പാതയിൽ വർഷിച്ചത്. സ്ത്രീകളുടെ അഭിമാനത്തിനു നേരെ കഴുകൻ കണ്ണുകൾ പറന്നെടുത്തപ്പോൾ നിശബ്ദത കൊണ്ടോ നിഷ്പക്ഷത കൊണ്ടോ വെറുതെയിരിക്കാൻ റഹീമിന് കഴിയുമായിരുന്നില്ല. ഇടപെടലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും പ്രതിലോമ ചിന്തകളെ പുരോഗതിയുടെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കണമെന്നും റഹീം പഠിച്ചത് യാഥാർത്ഥ്യങ്ങളുടെ ഭൂമധ്യരേഖയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് റഹീമിന്റെ വാക്കുകൾ കാലത്തിന്റെയും മാറ്റത്തിന്റെയും അഗ്നിസാക്ഷ്യങ്ങളാകുന്നത്. ഞാൻ എ റഹീം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിങ്ങളോട് വിനമിക്കുന്നു. തികച്ചും സാധാരണമായ ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്നും കടന്നു വന്ന ഞാൻ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരുന്നതിൽ സമരവും പഠനവും ഒരുപോലെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് അവസരമൊരുക്കിയത് എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവും. ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കുവാൻ പ്രാപ്തനാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശിരസ് വിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചരിത്ര ദൗത്യം, ആ ദൗത്യം നിറവേറ്റുന്നതിന് നിങ്ങളുടെ അനുഗ്രഹാശിസുകൾ എനിക്കുണ്ടാകണം. നിങ്ങൾ എൻ്റെ വോട്ടർമാർ എന്നതിനൊപ്പം നിങ്ങളിലേറെ പേരും എൻ്റെ രക്ഷകർ തുല്യമായ സ്നേഹത്തോടുകൂടി എന്നെ നിങ്ങളുടെ വീട്ടിലൊരു അംഗമായി, ഒരു സഹോദരനായി, ഒരു മകനായി എന്നെ ഏറ്റെടുക്കും. നിങ്ങളോടൊപ്പം കാലത്തും നിങ്ങളോടൊപ്പം. മനുഷ്യന്റെ ആനന്ദത്തിൽ സംശുദ്ധമായ സാന്നിധ്യമാകാൻ നമുക്ക് കഴിയണം. തെളിമയുറ്റ സാമൂഹ്യബോധവും സർഗാത്മകതയും നൽകിയ കരുത്താണ് റഹീമിന്റെ കൈമുതൽ. പട്ടിണി കിടക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ സ്വപ്നങ്ങളിൽ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ തെളിക്കാൻ കഴിയുന്ന ഒരു മനസ്സാണ് ഈ യുവാവിന്റെ നീക്കിയിരിപ്പ്. അധ്വാനിക്കുന്ന മനുഷ്യർക്കൊപ്പം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നണി പോരാളിയാകാനും സമത്വവും സാഹോദര്യവും നിറഞ്ഞ ഒരു ലോകം സൃഷ്ടിക്കാനും നമുക്ക് കഴിയണം. ഇവിടെ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് അധികാരത്തിന്റെ ഇടനാഴികളിൽ സന്ധി ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി ഉച്ചരിക്കാൻ വാക്കുകൾ പിറവിയെടുക്കണം. റഹീം അതിനുവേണ്ടിയാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശബ്ദമുയർത്തുന്ന ജനപ്രതിനിധിയാകാൻ. ജീവിതം ഒരു സമരമാണ്. തെറ്റിനോട് സന്ധി ചെയ്യുന്നവരാകരുത് നാം. ചെറുത്തുനിൽപ്പിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് നാം വരും കാലത്തിന്റെ കവാടത്തിൽ 100 പൂക്കൾ വിരിയിക്കുന്നവരാകണം. ഓരോ പൂവിലും നമ്മുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും കണികകൾ നക്ഷത്രങ്ങളെപ്പോലെ മിന്നിത്തെളിയണം. അതിനുള്ള നമ്മുടെ ഓരോ പ്രയാണത്തിനും ചാലകശക്തിയാകാൻ റഹീമിന് കഴിയും. കാരണം മനുഷ്യന്റെ കത്തുന്ന അനുഭവങ്ങൾക്ക് സാക്ഷിയാകാനും അതിലേക്ക് തെക്കൻ കാറ്റുപോലെ ഇരമ്പിയെത്താനും റഹീമിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഉപായങ്ങൾ തേടാനുള്ള വഴിയാകരുത്. സംശുദ്ധിയും നിലപാടും നിതാന്ത ജാഗ്രതയുമുള്ള കണ്ണുകളാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടത്. വക്കം മൗലവി പറഞ്ഞതുപോലെ പൊതുപ്രവർത്തകന് മനുഷ്യസ്നേഹവും തന്റേടവും കൈമുതലായി ഉണ്ടാകണം. സത്യസന്ധമായ കുതിപ്പുകളിലൂടെ വർക്കലയുടെ സമഗ്ര വികസനത്തിനും ആകർഷകമായ ഭാവികാലത്തിനും റഹീമിനെ പോലെ ഒരു ചെറുപ്പക്കാരന്റെ സാന്നിധ്യം അനിവാര്യമാണ്. അതെ, അത് വർക്കലയുടെ വരും കാലത്തിന്റെ മാറ്റുകൂട്ടാൻ കാരണമാകും. ഒപ്പം ഒരു മകനോടെന്ന പോലെ, സഹോദരനോടെന്ന പോലെ, കൂട്ടുകാരനോടെന്ന പോലെ നിങ്ങൾക്കൊപ്പം റഹീം വരും നാളുകളിൽ വർക്കലയിലുണ്ടാകും. തീർച്ച.
ജീവിതത്തെ തൊട്ട ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്. സ്വാഭാവികമായിട്ടും അവർക്ക് വളരെ ഗുണകരമായ പദ്ധതി. അല്ലെങ്കിൽ തൊഴിലാളികളെല്ലാം തന്നെ സർക്കാർ കൊടുക്കുന്ന 2 രൂപയുടെ അരി ഭൂരിഭാഗം തട്ടിലെത്തുന്നു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളികളായിട്ടുണ്ട്. വീട് EMS പുനർനിർമ്മാണ പദ്ധതിയുടെ വീട് ലഭിച്ചത്, വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നത്, ഇവരുടെ ജീവിതത്തെ സാന്ത്വനിപ്പിച്ച, അവരുടെ ജീവിതത്തോടൊപ്പം കൈപിടിച്ച് നടന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ, ആ ഗവൺമെന്റ് പ്രതിനിധി എന്ന നിലയിൽ അവരെന്നെ ഒരു മകനെ പോലെ ഹൃദയപൂർവ്വം വരവേൽക്കുന്ന കാഴ്ചയാണ്, അനുഭവമാണ് തൊഴിൽശാലകളിൽ വർക്കല മലയാളിയുടെ സംസ്കാരത്തിന്റെ സംഗമ ഭൂമിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ് ചരിത്രത്തെ വെളിച്ചത്തിന്റെ കവചമാക്കാൻ സാധിച്ച പുണ്യഭൂമി. പ്രകൃതിയുടെ രമണീയതകൾ ഒന്നാകെ ഇവിടെ നമുക്ക് ദർശിക്കാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിയും വർക്കലയിലെത്താതെ മടങ്ങാൻ വിസമ്മതിക്കുന്നത്. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഇവിടെ മുകിൽ പക്ഷികളെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. തൊഴിൽ സാധ്യതയും സംസ്കാര വിനിമയവും ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞാൽ വർക്കല ഓരോ മലയാളിയുടെയും അഭിമാനമാകും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ റഹീമിനെ പോലെ സ്വപ്നങ്ങൾ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ വർക്കലയെ പ്രതിനിധീകരിച്ച് നിയമനിർമ്മാണ സഭയിൽ സാന്നിധ്യമാകണം. വർക്കലയിലെ വോട്ടർമാരോട് വാസ്തവത്തിൽ എനിക്ക് അസൂയുണ്ട്. AR റഹീമിനെ പോലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള, ഊർജ്ജസ്വലനായിട്ടുള്ള, കർമ്മനിരതനായിട്ടുള്ള, ആത്മാർത്ഥതയുടെ പ്രതീകമായിട്ടുള്ള ഒരു ആളിനെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന അസൂയാണ് എനിക്ക് നിങ്ങളോട് ഉള്ളത്. AR റഹീം നമ്മളുടെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും തിളക്കമാർന്ന യുവ സൂര്യനാണ്. അദ്ദേഹം കേരള സർവകലാശാല യൂണിയന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ എനിക്ക് നല്ല ബോധ്യം ഉള്ളതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരാൾ ആശുപത്രിയിൽ കിടക്കുന്നു വിചാരിക്കുക, ബ്ലഡ് വേണം, രക്തം വേണം, ഒന്നും അന്വേഷിക്കണ്ട, റഹീമിനെ വിളിച്ച് പറഞ്ഞു, റഹീം എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള അതേ ഗ്രൂപ്പിൽപ്പെട്ട രക്തം ഉണ്ടാക്കി തരുവാൻ നിങ്ങൾക്ക് വേണ്ടി പാടുപെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. വർക്കല റഹീമാണ് SFIയുടെ നേതാവായ റഹീം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ശരിയായ തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ വർക്കലയിലെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുകയുമാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നം ചുറ്റിയേരുവ നക്ഷത്രമാണ്. ഒടുവിൽ തുഷാര പറഞ്ഞു തുടങ്ങി അവളുടെ ജീവിതകഥ. തുഷാര 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഉപേക്ഷിച്ചു പോയത്. കൂലിവേല ചെയ്ത് അവളെ വളർത്തിയത് അമ്മയാണ്. സ്വന്തം ജീവിതഭാരം കുറയ്ക്കാനും മകളുടെ ഭാവി സുരക്ഷിതമാക്കാനും വേണ്ടി 18ാം വയസ്സിൽ അമ്മ അവളുടെ വിവാഹം നടത്തി. കല്യാണം കഴിഞ്ഞ് 2.5 കൊല്ലമാവാൻ പോകണം. എന്നിട്ടും ഇതുവരെ അണ്ണ ഇറങ്ങിപ്പോയി ജോലി ചെയ്തുകൊണ്ട് വരും. എങ്കിലും ഒന്നും വാങ്ങിക്കാൻ, ഒരു ഉടുക്കാ തുണിയോലും വാങ്ങിക്കാൻ പൈസ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ ആശുപത്രി ചെലവിനേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ അമ്മയായിട്ട് കഷ്ടപ്പെടുത്തണ്ട, അമ്മയെ നോക്കാൻ അമ്മേരെ ആൾക്കാരുണ്ട്. എനിക്കും എന്റെ കുട്ടിക്കും തരണാതിരിക്കാവോ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇറങ്ങി. ഭർത്താവ് ഇപ്പൊ എന്ത് ചെയ്യാ? ഇവിടെയാണ് പേരൂർക്കട ആശുപത്രി കിടക്കും. മാനസികാരോഗ്യ ആശുപത്രി. കുഞ്ഞിന് എത്ര വയസ്സായി? 2. വീട്ടില് മറ്റാരൊക്കെ ഉണ്ട്? ആരുമില്ല. വേറെ അമ്മ അച്ഛൻ ഇല്ല. അച്ഛൻ എത്രാമത്തെ വയസ്സിൽ അമ്മയും കുട്ടിയും തുഷാരെ ഉപേക്ഷിച്ചു പോയി? ഞാൻ 4 പഠിക്കുമ്പോൾ. എത്രാം ക്ലാസ് വരെ പഠിച്ചു തുഷാര? 9. അതുവരെ കുടുംബം ആരാ നോക്കിയിരുന്നു? അമ്മ. എത്രാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു? 18. പിന്നെ ബന്ധുക്കളാരും വേറെ ബന്ധുക്കളാരും നോക്കില്ലാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണോ? ഇറക്കി വിട്ടല്ല, ഞാൻ ഇറങ്ങി വന്നതാണ്. അതെന്താ കാരണം? പറയൂ, വിശദമായി പറയൂ. എന്നും ഇതുപോലെ കിടന്ന് വഴക്ക് പറയും, ഇറങ്ങിപ്പോയി വേല ചെയ്ത് എന്നോടെന്ന് ചോദിക്കുകയും ചെയ്യണുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരും ഇല്ലേ? ഇല്ല. ആരുമില്ല. ഇല്ല.
അവരാരും ഇതുവരെ കിടക്കുമെന്നില്ലേ? ഇല്ല, അവരാരും അണ്ണനെ ആശുപത്രി കൊണ്ടിട്ടിട്ട് അവിടെ ചെന്ന് അറിയിച്ച് പിന്നെ ഇതുവരെ അവരെ എങ്ങോട്ട് ഫോൺ വിളിച്ചിട്ടുമില്ല, തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. തുഷാര തന്റെ ഇന്നലെകളെ കുറിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ മഞ്ഞു വീഴുന്ന ഈ തെരുവിൽ നാടോടികൾക്കിടയിൽ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു അനന്തു. അനന്തുവിന്റെ അച്ഛൻ ഭ്രാന്താശുപത്രിയിൽ താളം തെറ്റിയ മനസ്സിന്റെ വിഹുലതകളുടെ ലോകത്ത് കഴിയുമ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന തുഷാരയ്ക്ക് നാടോടികൾ താങ്ങും തണലുമായി മാറിയ കഥ ഇക്കഴിഞ്ഞ 15-ാം തീയതി കൈരളി ടിവിയും പീപ്പിളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവൾ തുഷാര, വയസ്സ് 20. ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വിധി വലിച്ചെറിഞ്ഞ ഈ പെൺകുടിക്ക് തുണയായത് മലയാളമറിയാത്ത നാടോടികൾ. ഈ തെരുവിൽ ഇപ്പോൾ തുഷാരയുണ്ട്. നാളെ ഒരുപക്ഷെ ആരുടെയെങ്കിലും ശരീരമോഹത്തിന് മുന്നിൽ തുഷാരയെ കൂട്ടിക്കൊണ്ടുപോയേക്കാം. തുഷാര അതിനു മുമ്പ് തനിക്കു നേരെ നീളുന്ന ഒരു സഹായഹസ്തത്തിനായി കാത്തിരിക്കുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിക്കാൻ പോകുന്ന ചരിത്ര വിജയത്തിൽ വർക്കലയും സഖാവ് ടി എ മജീദും സഖാവ് വർക്കല രാധാകൃഷ്ണൻ, സഖാവ് എ അലി ഹസൻ ചരിത്ര ഭൂരിപക്ഷം നൽകി കേരള നിയമസഭയിലേക്ക് പറഞ്ഞയച്ചു. വർക്കലയുടെ ഇടതുപക്ഷ കൈവരും വീണ്ടും നമുക്ക് ആവർത്തിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി എന്നെ ജയിക്കും. അരിവാൾ ചുറ്റിക നക്ഷത്രം. പുതിയൊരു കേരള സൃഷ്ടിക്കായി ജനവിധി നൽകൂ, ജനവിധി നൽകൂ.